അപ്പോ ഇന്ന് തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാവരും ഇന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എല്ലാ കണ്ണുകളും തലസ്ഥാനത്തേക്കാണ്. അതെ, യെസ്. അപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് ബജറ്റ് ആണല്ലോ പ്രേക്ഷകരെ. അപ്പോൾ ഇന്ന് കരുത്തരായ 2 പേരാണ് കേട്ടോ കാലത്ത് തന്നെ നമ്മോടൊപ്പം ചേരുന്നത്. ഒന്ന് ടി വി പ്രസാദും റോഷി പാലം. അപ്പോൾ സംസ്ഥാന ബജറ്റിൽ എന്തൊക്കെ പ്രതീക്ഷകളാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. അപ്പോൾ നമുക്ക് ടി വി പ്രസാദ് റോഷി പാലിലേക്ക് തന്നെ പോവാം അല്ലേ? തീർച്ചയായിട്ടും. രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത്. ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും. ഗുഡ് മോർണിംഗ് വെങ്കി, ഗുഡ് മോർണിംഗ് സുധി. നമ്മൾ ഒന്നല്ലാട്ടോ, 2ആണ്. എപ്പോഴും രണ്ടുപേരും ഒന്നായിരിക്കണം എപ്പോഴും. അതെ അതെ, യെസ്. അപ്പോ ടി വി പ്രസാദ്, നമ്മൾ ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. ജനപ്രിയ ബജറ്റ് ആകുമോ? പ്രത്യേകിച്ചും 2 തെരഞ്ഞെടുപ്പുകളാണ് മുമ്പിലുള്ളത്. അപ്പോൾ ബജറ്റിൽ കാര്യമായ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം 2 തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ജനപ്രിയമാകാതെ മറ്റു വഴിയില്ല എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനം ഒരുപക്ഷെ ക്ഷേമ പെൻഷൻ തന്നെയായിരിക്കും. ഞാനും റോഷിയും ആദിലും കഴിഞ്ഞ ദിവസം മന്ത്രിയോട് സംസാരിച്ചിരുന്നു. അത് നമ്മൾ സംപ്രേഷണം ചെയ്തതാണ്. അന്ന് പക്ഷേ മന്ത്രി പറഞ്ഞത് കുടിശ്ശിക കൊടുത്തു തീർക്കാനുള്ള ശ്രമമാണ് കാര്യമായി നടത്തുന്നത്. അതുകൊണ്ട് വില കൂട്ടുന്ന ഈ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഈ ഒരു സമയം 100 രൂപ മുതൽ 200 രൂപ വരെ കൂട്ടാനുള്ള ഒരു സാധ്യതയാണ് തെളിയുന്നത്. റോഷിപ്പാലും നമുക്കൊപ്പം ചേരുന്നുണ്ട്. റോഷി, ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് അവസാനത്തെ ബജറ്റാണ്. ഇനിയിപ്പോൾ അടുത്തത് വോട്ട് ഓൺ അക്കൗണ്ട് അല്ലേ? വോട്ട് ഓൺ അക്കൗണ്ട് ആയിരിക്കുമല്ലോ. ജനപ്രിയമായിരിക്കുമോ? റോഷിക്ക് എന്താ തോന്നുന്നത്? ഈ ബജറ്റ് ജനപ്രിയമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്ന്, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ബജറ്റ് ജനപ്രിയമാക്കാനുള്ള എല്ലാ ശ്രമവും ഉണ്ടാകും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് മുന്നിലുള്ളത്. തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അത് കൃത്യമായി ബാധിക്കുമെന്ന നല്ല ബോധ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാവും. അപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അവസരം ഇത് സുവർണാവസരം തന്നെയാണ്. കാരണം ജനങ്ങൾക്ക് ആകർഷണീയമായ ഒരു പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടാകണം. സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോൾ തന്നെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ എന്ത് മാർഗമാണ് മുന്നിലുള്ളത് എന്നൊരു ചോദ്യം സർക്കാരിന് മുന്നിൽ, ധനകാര്യമന്ത്രിയുടെ മുന്നിലുണ്ടാവും. നികുതി വർദ്ധിപ്പിക്കാൻ കഴിയില്ല. നികുതി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ കടുത്ത ജനരോഷം നേരിടേണ്ടി വരും. അത് നേരെ തിരിച്ചടിയാകും സർക്കാരിന്. അതുകൊണ്ട് തന്നെ മറ്റ് സാധ്യതകൾ, അതാണ് അന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നമ്മളോട് പറഞ്ഞത്. വ്യവസായ മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ട്. വ്യവസായ മേഖലയിൽ നിന്നും വരുമാനം വരുന്നുണ്ട് സർക്കാരിന്. അതുകൊണ്ട് തന്നെ വ്യവസായ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇളവുകൾ വ്യവസായ മേഖലയ്ക്ക്, അതായത് നിക്ഷേപം വരാൻ വേണ്ടി, സംസ്ഥാനത്തേക്ക് കൂടുതൽ നിക്ഷേപം വരാൻ വേണ്ടി ഒരു ഭാഗത്ത് നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി വ്യവസായങ്ങൾ സംസ്ഥാനത്ത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ വരുന്ന വ്യവസായങ്ങൾ, നിക്ഷേപങ്ങൾ അവർക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുക, അതിനുവേണ്ടി കുറേയേറെ ഇളവുകൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് പ്രതീക്ഷിക്കുന്ന ഒന്ന് സാമൂഹ്യക്ഷേമ പെൻഷനാണ്. നിലവിൽ തന്നെ കുടിശ്ശികയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ. അതെങ്ങനെ കൊടുത്തു തീർക്കുമെന്നൊരു ചോദ്യമുണ്ട്. അതിനൊപ്പം സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന കഴിഞ്ഞ LDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം അത് നിറവേറ്റുമോ എന്ന ചോദ്യം. 1750 രൂപയിലേക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണം എന്ന ഒരു നിർദ്ദേശം മുന്നിലുണ്ട് ധനമന്ത്രിയുടെ. പക്ഷേ ഇതിനൊക്കെ എങ്ങനെ പണം കണ്ടെത്തുമെന്നതാണ് ഏറ്റവും പ്രധാന ചോദ്യം. മറ്റൊന്ന്, സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളാണ്. അതിൽ DA കുടിശ്ശിക അത് കിടക്കുന്നുണ്ട്. അതിന് സമരമുണ്ടായിരുന്നു. കഴിഞ്ഞ CPI അനുകൂല സംഘടനയടക്കം സമരത്തിലായിരുന്നു. അപ്പോൾ സർക്കാർ ജീവനക്കാരെ കൂടി തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റ് ആയിരിക്കണം. അങ്ങനെയെങ്കിൽ അവർക്ക് ആനുകൂല്യം, അവർ നിരന്തരം ആവശ്യപ്പെടുന്നതാണ് ശമ്പള പരിഷ്കരണ കമ്മീഷൻ, 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ. ചിലപ്പോൾ അതിന്റെ പ്രഖ്യാപനവും ബജറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും തൃപ്തിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര ബജറ്റ് ഒരു മിഡിൽ ക്ലാസിന് അനുകൂലമായി വരുമ്പോൾ സ്വാഭാവികമായി സാധാരണ ഏറ്റവും താഴെക്കിടയിലുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളെ കൂടി തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മിഡിൽ ക്ലാസിനെ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളെയും അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബജറ്റ് ആകാനാണ് സാധ്യത. ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഈ 2 തെരഞ്ഞെടുപ്പ് മുന്നിലുള്ളതുകൊണ്ട് ഈ കേന്ദ്ര ബജറ്റിൽ നമ്മൾ ഈ വയനാടും വിഴിഞ്ഞവും അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ സഹായം ചോദിച്ചിരുന്നു. പക്ഷേ അതൊന്നും കിട്ടിയില്ല. അപ്പോൾ സംസ്ഥാന ബജറ്റിൽ ഇവയൊക്കെ പരാമർശിക്കാനുള്ള സാധ്യതയില്ലേ? അവർക്കുള്ള സഹായവുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയില്ലേ?
അങ്ങനെ സ്വാഭാവികമായിട്ടുണ്ടാവും. കാരണം വെങ്കടേഷ് ഇതിൽ ഏറ്റവും പ്രധാനമായത് ഈ ഇതൊരു വലിയ പദ്ധതിയായി തന്നെയാണ് കൊടുത്തത്, ഈ ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസം. പക്ഷെ അത് ഒട്ടും പരിഗണിച്ചില്ല എന്ന പരാതി ധനമന്ത്രി തന്നെ പറഞ്ഞു. പക്ഷെ ഇത് നടപ്പിലാക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം ഉണ്ടാകും. വിഴിഞ്ഞം സമാനമാണ്. വിഴിഞ്ഞം ഒരുപക്ഷെ ഇന്ത്യയുടെ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു തുറമുഖമായി തന്നെയാണ് വളർന്നു വരുന്നത്. അങ്ങനെയാണ് അതിന്റെ ഒരു ചരിത്രവും കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും അങ്ങനെ ഒരു പദ്ധതിയായി കണ്ടുകൊണ്ടുള്ള ഒരു സഹായം അല്ലെങ്കിൽ ഒരു പ്രത്യേക പാക്കേജ് സർക്കാർ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ കേന്ദ്ര ബജറ്റിൽ അങ്ങനെ യൂണിയൻ ബജറ്റിൽ അങ്ങനെ ഒരു പാക്കേജ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വിഴിഞ്ഞത്തിന് സഹായകരമാകുന്ന വിഴിഞ്ഞം അതിവേഗത്തിൽ പൂർത്തിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ഉണ്ടാകും. കാരണം BGF ഉൾപ്പെടെ തിരിച്ചടക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടപ്പോൾ അത് വലിയ ബാധ്യതയായി സംസ്ഥാനത്തിന് മാറുന്നു. അതുകൊണ്ട് തന്നെ ഇനി അത് നേരിട്ട് അടക്കാവുന്ന രീതിയിൽ അങ്ങനെ ഒരു പദ്ധതിയാണ് ആസൂത്രണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട അനുബന്ധ പദ്ധതികളുടെ പ്രഖ്യാപനം ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ റെയിൽവേ കണക്ടിവിറ്റി വേണം, അതുപോലെ തന്നെ റോഡ് ഉൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങളുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഉൾപ്പെടെയുണ്ട്. മാത്രവുമല്ല വിഴിഞ്ഞത്തോട് ചേർന്നുകൊണ്ട് വലിയ വ്യവസായങ്ങളും അതുപോലെയുള്ള ഒട്ടേറെ സാധ്യതകളുണ്ട്. അത് ടൂറിസം മേഖലയാകട്ടെ വ്യവസായങ്ങളാകട്ടെ ആ സാധ്യതയൊക്കെ പരിപോഷിക്കുന്ന രീതിയിൽ പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷ എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വരുമാനം വർദ്ധിക്കും. ഇപ്പൊ നമ്മൾ രണ്ടുപേരും എന്നെ വ്യക്തിപരമായി കേരളത്തിൽ ഏറ്റവും വലിയ വരുമാന സാധ്യത ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ടൂറിസമാണ്. വിനോദസഞ്ചാര മേഖലയിലേക്ക് ഇപ്പോഴും കേരളം പൂർണ്ണമായും വിനോദസഞ്ചാര മേഖല എത്രത്തോളം ലോകം അറിഞ്ഞു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ വളരെ മനോഹരമായ ഒരു നാടാണ്. ഇന്ത്യയിൽ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം, കാലാവസ്ഥ ഉൾപ്പെടെ അനുയോജ്യമായ സ്ഥലമില്ല. അപ്പോൾ ഇത് ലോകത്തെമ്പാടും പരിചയപ്പെടുത്തി വിനോദസഞ്ചാരികളെ എത്തിക്കാനുള്ള ഒരു വലിയ സാധ്യതയുണ്ട്. ലോകത്തുള്ള കുഞ്ഞു രാജ്യങ്ങൾ പോലും ഈ വിനോദസഞ്ചാര മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുകയും അവിടേക്ക് ആളുകളെ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെയുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാടായതുകൊണ്ടല്ല മലബാറിന്റെ ഒരു സാധ്യത വിനോദസഞ്ചാര മേഖല അതൊക്കെ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന്. ഇതിലിപ്പോ ഒരു പ്രതിസന്ധി ഉള്ളത്, അതായത് കേന്ദ്രം സംസ്ഥാനത്തെ പിടിമുറുക്കുകയാണ്, ശ്വാസം മുട്ടിക്കുകയാണ് എന്നൊരു അഭിപ്രായമാണ് പൊതുവിൽ സംസ്ഥാന സർക്കാരും CPM-ഉം എല്ലാം പങ്കുവയ്ക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഈ ബജറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നത്. ആ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ തന്നെ ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാതെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവർക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ പ്രഖ്യാപിക്കാതെ മുന്നോട്ട് പോകാനും കഴിയില്ല. ഇപ്പോൾ റോഷിപ്പാൽ സൂചിപ്പിച്ച വിഴിഞ്ഞം പദ്ധതിയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ആ VGF കേന്ദ്രം തൂത്തുക്കുടി ഉൾപ്പെടെയുള്ള എല്ലാ തുറമുഖങ്ങൾക്കും കൊടുത്തതാണ്. പക്ഷേ കേന്ദ്രത്തിന് കൊടുക്കുമ്പോൾ അത് തിരിച്ചടവായിട്ടുള്ള വായ്പയായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കേന്ദ്രം തന്നില്ലെങ്കിലും തങ്ങളത് സ്വന്തം നിലയ്ക്ക് ചെയ്യും എന്ന നിലപാടിലേക്ക് സംസ്ഥാനം പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ബജറ്റ് നടക്കുകയും ചെയ്യുന്നത് എന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ റോഷി പറഞ്ഞതുപോലെ വയനാട് പാക്കേജ് കേന്ദ്രം കഴിഞ്ഞ ബജറ്റിൽ അക്കാര്യത്തെക്കുറിച്ച് മിണ്ടിയതുപോലുമില്ല. കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്കയായി നിൽക്കുന്നത് അവിടുത്തെ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും മനുഷ്യരുടെ തുടർ ജീവിതം തന്നെയാണ്. അവരെങ്ങനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ പറയുമ്പോഴും വയനാടിന് കാര്യമായ ഒരു പരിഗണന ഇന്നത്തെ ബജറ്റിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വിഴിഞ്ഞം പദ്ധതിയിൽ കാര്യമായ പ്രതീക്ഷകൾ കാണുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വന്യജീവി സംഘർഷമുണ്ടല്ലോ, മനുഷ്യ വന്യജീവി സംഘർഷം. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലായി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിനെ മുന്നിൽ കണ്ടുള്ള എന്തെങ്കിലും പ്രഖ്യാപനങ്ങളോ മറ്റുണ്ടാകാൻ സാധ്യതയുണ്ടോ? അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം അത് മന്ത്രിയോട് സംസാരിച്ചിരുന്നു. അതിൽ കാര്യമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിയന്ത്രിക്കണം എന്നുള്ളത് തന്നെയാണ്. അതായത് മനുഷ്യരുടെ എണ്ണം നിയന്ത്രിക്കുന്നതോടൊപ്പം തന്നെ വന്യജീവികളുടെ എണ്ണം നിയന്ത്രിക്കാൻ ഒരു സംവിധാനവുമില്ല നമ്മുടെ നാട്ടിൽ എന്നാണ് മന്ത്രി പറഞ്ഞത്. എന്തായാലും മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ആളുകൾക്ക് പരിക്കേൽക്കുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രത്യേക പദ്ധതികൾ ഇത്തവണ ഉണ്ടാകും എന്ന് തന്നെയാണ് ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത്. ഞാൻ നേരത്തെ ചോദിച്ചു വന്നത് ഋഷി, മന്ത്രി നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് എവിടെയും ഇതുവരെ പരിഗണിക്കാത്ത ചില മേഖലകളുണ്ട്. നികുതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നികുതി ഉയർത്താത്തതും അങ്ങനെ നികുതി തീരെ ഇല്ലാത്തതുമായ ചില മേഖലകൾ. ആ മേഖലകളിലേക്ക് ചിലപ്പോൾ ചില സാധ്യതകൾ നമ്മളത് കാണും. ഒരു തനത് വരുമാനത്തിന്റെ ഭാഗമായിട്ട് അത് കൂട്ടിയേക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എത്രത്തോളം നികുതി കൂട്ടാനുള്ള സാധ്യതയുണ്ട്? ജനപ്രിയ ബജറ്റ് ആയിരിക്കും, പക്ഷെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന നികുതി ഉണ്ടാവാനുള്ള സാധ്യത കുറവായിരിക്കും അല്ലേ റോഷൻ?
അത് സ്വാഭാവികമാണ്. കാരണം നികുതി പരിഷ്കരണം സർക്കാരിന് മുന്നിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ നികുതി പരിഷ്കരിച്ചാലുണ്ടാവുന്ന വലിയ പ്രതിഷേധം കണക്കിലെടുത്ത് നികുതി നേരിട്ട് സാധാരണക്കാരനെ ബാധിക്കാത്ത തരത്തിലുള്ള നികുതി പരിഷ്കരണം മാത്രമേ ഉണ്ടാകുള്ളൂ. അത് മന്ത്രി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. കാലോചിതമായ ഒരു പരിഷ്കാരം നികുതിയിൽ ഉണ്ടാകും. അത് പറയുമ്പോഴാണ് കിഫ്ബി അല്ലെ, കിഫ്ബിയിൽ എന്തായിരിക്കും എന്നുള്ളതാണ്. അതൊരു പക്ഷേ ഈ ബജറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കാരണം തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. ഇപ്പൊ ബജറ്റിൽ അങ്ങനെ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ്. അതായത് കിഫ്ബി നിർമ്മിക്കുന്ന റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനം, ആ തീരുമാനത്തിലേക്ക് ഒന്നും എത്തിയില്ലെങ്കിൽ പോലും ചർച്ചകൾ സജീവമാണെന്ന് ധനമന്ത്രി തന്നെയാണ് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തത്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യത തീരെയില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി ഒരുപക്ഷെ വേറെ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം. എന്തായാലും തെരഞ്ഞെടുപ്പ് മുന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു ജനപ്രിയ ബജറ്റായി മാറാനുള്ള സാധ്യതയായി കാണുന്നത്. തനത് വരുമാനം തന്നെയാണ് ജനപ്രിയ ബജറ്റ് ആകുമോ എന്നതിലേക്ക് ഒരു ആകാംക്ഷയിലേക്ക് നോക്കുന്നതിനുള്ള കാരണവും തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. റോഷിപ്പാലും ടി.വി. പ്രസാദും പറഞ്ഞ പോലെ തന്നെ എന്തായിരിക്കും എന്നുള്ളത് ഇനി നമുക്ക് വരും മണിക്കൂറിൽ തന്നെ കണ്ടറിയാം, നേരിട്ട് കേട്ടറിയാം അല്ലെ.